മുസ്ലിങ്ങളെ ഒരു അസ്വസ്ഥരാക്കി നിർത്തിയിട്ടുണ്ട്, പേടിപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. പേടിയുണ്ട് മാറുന്നതാണ്. അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, അസ്സലാമു അലൈക്കും പറയണം, സിറ്റ് വിത്ത് ദം, ടോക്ക് ടു ദം, ഹെൽപ്പ് ദം. അതാണ് ചെയ്യണമെന്നാണ് മോഡി എന്നും പറയുന്നത്. നമുക്ക് സമാധാനം വേണമെങ്കിൽ ഒരാളെ പോലും നമ്മൾ അസ്വസ്ഥനാക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കൂ. മുസ്ലിമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിലാണ് ഹജ്ജ് കർമ്മം ചെയ്യുന്നതിന്, പോകുന്നതിലും വരുന്നതിലും ഹജ്ജ് കമ്മിറ്റി, ഹജ്ജ് അലോട്ട്മെന്റ്, അതിൽ ഒരുപാട് വഴിവിട്ട പരിപാടികളുണ്ട്. അവരിവിടുന്ന് പോകണം പോലും തിരിച്ചു വരുന്നവരെ ഒരു സേഫ് ആയിരിക്കണം, സെക്യൂർ ആയിരിക്കണം. അതിനുള്ള നടപടി. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളില്ലേ പോകാത്തില്ല, ഒരു മെഹറം പറഞ്ഞിട്ട്. പെണ്ണുങ്ങൾക്ക് തനിയെ പോകണം, പൊക്കോട്ടെ. തനിയെ പോകണമെങ്കിൽ അവർ പൊക്കോട്ടെ. അവർക്ക് അധികം കോട്ട കൊടുക്കും. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാൻ വേണ്ടി വേണമെങ്കിൽ സെപ്പറേറ്റ് ഫ്ലൈറ്റ് ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ ചെയ്തു. നമസ്കാരം. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP സംസ്ഥാന ഘടകം ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി നിർമ്മിച്ച ഹജ്ജ് പരാതി പരിഹാര പോർട്ടലിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരമാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് തങ്ങൾ രൂപം നൽകിയത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും അതുപോലെ തന്നെ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനുമായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ സലാമാണ്. അദ്ദേഹത്തിന്റെ വാക്ക്. ഇന്നിപ്പോൾ ഒരു ഹജ്ജ് പോർട്ടൽ, ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ സാർ അതിന്റെ ഉദ്ഘാടന വേളയിൽ സാറ് പറയുകയുണ്ടായി, മോദിജിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് രാജീവ് ജി പ്രകാരം ഒരു ആശയത്തിന് തുടക്കം കുറിച്ച് സാർ ഉൾപ്പെടുന്ന ഒരു ടീമാണ് അതിന്റെ പിറകിൽ പ്രവർത്തിച്ചത്. അത് എന്താണെന്ന് വ്യക്തമാക്കാം. അതായത് മോഡിജിക്ക് ഞങ്ങളുടെയൊക്കെ പറയണത് എന്താണെന്നറിയാം, നിങ്ങളൊക്കെ മനസ്സിലാക്കൂ, മുസ്ലിങ്ങളെ ഒരു അസ്വസ്ഥരാക്കി നിർത്തിയിട്ടുണ്ട്, പേടിപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നിങ്ങൾ മാറ്റി, അവരെ പേടിയുണ്ട് മാറുന്നതാണ്. അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, അസ്സലാമു അലൈക്കും പറയണം, സിറ്റ് വിത്ത് ദം, ടോക്ക് ടു ദം, ഹെൽപ്പ് ദം. അതാണ് ചെയ്യണമെന്നാണ് മോഡിജി എന്നും പറയണത്. മോഡിജി മാത്രമല്ല, RSSന്റെ വമ്പൻ നേതാക്കന്മാരെല്ലാവരും അതാ പറയണത്. അവർക്കറിയാം നമുക്ക് സമാധാനം വേണമെങ്കിൽ ഒരാളെ പോലും നമ്മൾ അസ്വസ്ഥനാക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കൂ. മീറ്റ് ആൻഡ് ഗ്രീറ്റ്, സിറ്റ് വിത്ത് ദം, ലിസൺ ടു ദം, അഡ്രസ് ദെയർ പ്രോബ്ലം എന്നാണ് മോഡിജി പറയണത്. ഇങ്ങനെ മോഡിജി ഇങ്ങനെ ആലോചിക്കുന്നത് പല ഡെവലപ്മെന്റും പല വിഭാഗത്തിൽപ്പെട്ടവരെ പറ്റിയും, പാവപ്പെട്ടവര്, പണക്കാര്, പെണ്ണുങ്ങള്, ആണുങ്ങള്, പല ജാതിക്കാരെ നോക്കുമ്പം അദ്ദേഹം കണ്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, മുസ്ലിമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിലാണ് ഹജ്ജ് കർമ്മം ചെയ്യുന്നതിന്, പോകുന്നതിലും വരുന്നതിലും ഹജ്ജ് കമ്മിറ്റി, ഹജ്ജ് അലോട്ട്മെന്റ്, അതിൽ ഒരുപാട് എന്താ പറയുന്നത് വഴിവിട്ട പരിപാടികളുണ്ട്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് കിട്ടി ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പറയും ഇതെങ്ങനെ ഇവർക്ക് ഹജ്ജുകാർക്ക് ഹാജി ഫ്രണ്ട്ലി ആക്കാം. അതിനുവേണ്ടി ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടാണ് 2018 പുതിയ ഹജ്ജ് നിയമം വന്നത്. ആ ഹജ്ജ് നിയമം വന്നപ്പോ എന്നതാ, ആദ്യം പറഞ്ഞ് സീറ്റ് അവർക്ക് 1,36,000 ഉള്ളായിരുന്നുള്ളൂ. 46, 56 അങ്ങനെ അവിടെ കിട്ടാൻ പാടാണ്. സൗദി അറേബ്യ പറയുമ്പോൾ 1,75,000. രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്, നിങ്ങൾക്ക് ഒരു MB, MLA അല്ലെങ്കിൽ കൊച്ചാട്ടൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റവരെ മറികടന്ന് പോയി വാങ്ങിക്കാം. അതേപോലെ അത് വേണ്ട, നിങ്ങൾ ക്രൈറ്റീരിയ ഉണ്ടാക്കുക. ഇപ്പൊ പ്രായം കൂടിയൊരു മരിക്കാനായ മനുഷ്യനെ അങ്ങനെ ക്രൈറ്റീരിയ, പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു റേഷ്യോ ഉണ്ടാക്കി അത് കമ്പ്യൂട്ടറിന് കൊടുക്കും. കമ്പ്യൂട്ടർ ഇത് പറയും, ഇപ്പോൾ 10 ലക്ഷം ആപ്ലിക്കൻ്റ് ഉണ്ട്, 1.25 ലക്ഷം കോട്ടയുണ്ട്. അത് കമ്പ്യൂട്ടർ ഇതനുസരിച്ച് പറക്കെടുത്ത് തരട്ടെ. നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ദിവസം നിങ്ങളെ ഇതിൽ വരും, യെസ് യു ആർ സെലക്ടഡ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു അവരിവിടെ നിന്ന് പോകണം പോലും തിരിച്ചു വരുന്നവരെ ഒരു സേഫ് ആയിരിക്കണം, സെക്യൂർ ആയിരിക്കണം. അതിനുള്ള നടപടി. നാലാമത് അദ്ദേഹം പറഞ്ഞു പെണ്ണുങ്ങൾക്ക് ആണുങ്ങളില്ലേ പോകാത്തില്ല, ഒരു മെഹറം പറഞ്ഞിട്ട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് തനിയെ പോകണം, പൊക്കോട്ടെ. തനിയെ പോകണമെങ്കിൽ അവർ പൊക്കോട്ടെ. അവർക്ക് അധികം കോട്ട കൊടുക്കും. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാൻ വേണ്ടി വേണമെങ്കിൽ സെപ്പറേറ്റ് ഫ്ലൈറ്റ് ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ ചെയ്തു. പിന്നെ ചില ഫീസ് ഇളവുകൾ ചെയ്തു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് ചെയ്തത് ഞാൻ എല്ലാം ഓർക്കുന്നില്ല. ന്യൂ ഹജ്ജ് റൂൾ 2018 ഹജ്ജ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ചെയ്തത്. എന്നിട്ട് കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് അദ്ദേഹം എല്ലാവർക്കും ഇവിടുത്തെ
കേരളത്തിലെ ഹാജിമാർക്ക് ഒരു കാർഡ് അയച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഹജ്ജ് കർമ്മം കൂടുതൽ ആനന്ദപ്രദമാകാൻ ഇനി എന്ത് ചെയ്യണം, അതിന് നിങ്ങൾ സജഷൻ തരുമെന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. എന്നിട്ടും അദ്ദേഹത്തിന് അറിയാം പലരും അവിടെ നിന്ന് ഇവിടെ നിന്ന് വിളിക്കുന്നു, കമ്പ്യൂട്ടറിനെ പറ്റി ചൊരെണ്ണം എടുത്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യം. കമ്പ്യൂട്ടറിനെ പറ്റിക്കാകത്തില്ല, ഒന്നും അദ്ദേഹം സമ്മതിക്കത്തില്ല. അപ്പൊ എന്നാലും മറ്റു ചില പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ, പാസ്പോർട്ട് വാങ്ങിയിട്ടോ ഇതൊക്കെ കാണും. അപ്പം മോഡിജി പറഞ്ഞു, നിങ്ങൾ രാജുജിയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്റ്റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ഒരുപാട് പേര് ഹജ്ജ് ചെയ്യുന്നവരല്ലേ. അപ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞു, നമുക്കൊരു ഹജ്ജ് ഫെസിലിറ്റേഷൻ സെല്ല് തുടങ്ങാം. എന്താണ് ഹജ്ജ് ഫെസിലിറ്റേഷൻ സെല്ല്? ഒരു പോർട്ടൽ ഉണ്ടാവും, നിങ്ങൾ കയറി ലോഗ് ചെയ്യും, പേരും പാസ്പോർട്ടും ഡീറ്റെയിൽസ് വെച്ച് നിങ്ങളുടെ പ്രശ്നം അത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി ട്രിവാൻഡ്രത്ത് വീഴും. ട്രിവാൻഡ്രത്ത് ഉടനെ അത് സോർട്ട് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യേണ്ട ഒന്നേ മൈനോറിറ്റി മിനിസ്ട്രി അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റി, അവിടത്തേക്ക് നേരേക്ക് ടേക്കപ്പ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ ഇവിടേക്ക് കൊടുക്കും. അവരുടെ കൺസേൺ ഡിസ്ട്രിക്ട് ഓഫീസിൽ കൂടി അവർക്ക് ലോക്കൽ സർവീസും കിട്ടും. അങ്ങനെ ഒരു സേവനം കഴിഞ്ഞ കൊല്ലം തുടങ്ങിയ ഹെൽപ്പ് ഡെസ്കിന് എന്ന് പറഞ്ഞ കേട്ടില്ല 94,300 അപേക്ഷകളുണ്ട്. അതുപോലെ ഞങ്ങളിപ്പോൾ ഹജ്ജ് പോർട്ടൽ തുടങ്ങിയല്ലേ, അറിയാമല്ലോ എത്ര പേര് വരുമെന്ന്. ഇവിടെ നിന്ന് ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം 15,000 പേരാറ്റ പോയെന്ന് എനിക്ക് തോന്നുന്നു. 15,000 പേരിൽ 100 പേർക്കെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അവർ ഹജ്ജിന് പോകുന്ന പുണ്യം നമുക്ക് കിട്ടുമല്ലോ. തീർച്ചയായും മോദിജിയുടെ നിർദ്ദേശം തന്നെയാണോ തന്നെയാണ് മോഡിജിയുടെ നിർദ്ദേശം അദ്ദേഹത്തിന്റെ നിർദ്ദേശം നമുക്ക്. മോഡിജി പറയണത് എല്ലാവരും ഹാപ്പി ആയിരിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം. അവരുടെ പ്രോസസ്സിൽ ഒരു തരത്തിൽ ഹിൻഡ്രൻസ് വരാൻ പാടില്ല. ഈ DBT പോലെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പോലെ ക്വിക്കായിട്ട് സേവനം കൊടുക്കണം. അപ്പൊ അത് ഇപ്പൊ ഈ ഒരു നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ഹാജിമാർക്ക് അവർക്ക് എങ്ങനെയാണ് ഇതൊന്ന് ഉപകാരപ്പെടുക, അതായത് അവർക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു സേവനം ലഭ്യമാകുന്നത്? അവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ കയറി കേരള BJP ഹജ്ജ് help.com എന്നുള്ള ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പോർട്ടൽ വരും. അവർ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പേര്, പാസ്പോർട്ട് നമ്പർ, അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രോബ്ലം എഴുതിയിട്ട് അവരങ്ങ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് തിരുവനന്തപുരത്ത് വരും. തിരുവനന്തപുരത്ത് നോക്കാൻ വേണ്ടി ആളിരിപ്പുണ്ട്. അവർ നോക്കി വായിച്ചിട്ട് ഫോണിൽ ബന്ധപ്പെടും. ഡൽഹി വിളിക്കണമെങ്കിൽ ഡൽഹി വിളിക്കും, അല്ലെങ്കിൽ ബോംബെ വിളിക്കണമെങ്കിൽ ബോംബെ വിളിക്കും. എന്നിട്ട് ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം അവിടെ നിന്ന് നേരിട്ട് കൺസേൺഡ് ഓഫീസിൽ ബന്ധപ്പെട്ടതിന് ശേഷം അതിന്റെ സൊല്യൂഷൻ എത്രയും വേഗം കൊടുക്കും. മുസ്ലിം സഹോദരന്മാർക്ക് വലിയ ആശ്വാസമാവുന്നുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിം സഹോദരിമാർക്ക്, വിമൻ ബോണർക്ക് വിമന് വേണ്ടി പ്രത്യേക സഹായം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിമൻ രാജ്യമാർക്ക് പ്രത്യേക സഹായം കൊടുക്കണം, അവരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അല്ല, പുള്ളി പറയണ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി തിരിച്ചു വരുന്നവരെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണവരാ. അതാണ് എൻ്റെ പോളിസി. ആ ഹജ്ജ് കർമ്മത്തിൽ പുള്ളിയുടെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കരുത്. പുള്ളിയുടെ ഫിലോസഫി എന്താണെന്ന് അറിയാം, നിങ്ങൾ ഓരോരുത്തരെ അടുത്ത് പോയിട്ട് സേവനം ചെയ്യൂ, ഗുണമുള്ളത് ചെയ്യൂ, ബുദ്ധിമുട്ടുള്ളതിന്റെ ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊടുക്കൂ. അങ്ങനെ നിങ്ങൾ അവനോട് ജീവിക്കൂ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തായി മാറും. ഹെൽപ് ദം ആൻഡ് ബി വിത്ത് ദം ടുഗദർ ആയി ചെയ്യുക. അത് തന്നെയാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്.